ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക സ്രാവ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കറിയിൽ ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഉണക്കമീനാണല്ലോ, അപ്പോൾ ഉണക്കമീനിൽ നമ്മൾ എന്തായാലും കുറച്ച് ഉപ്പുണ്ടാവും. വെള്ളത്തിലിട്ട് വെച്ചാലും കുറച്ച് ഒരു ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കുക്കായി കിട്ടണം കേട്ടോ. ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടീൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ അരക്കുന്ന കറി ആയതുകൊണ്ട് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറിയ 2 കുടംപുളീൻ്റെ കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വെള്ളത്തോടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതും വെള്ളത്തിലിട്ടൊന്ന് കുതിർന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാൻ കുടംപുളി ആകുമ്പോൾ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലുള്ള വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം കേട്ടോ. ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 അല്ലി ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ കറിയിൽ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് ചെറിയൊരു ചൂടാവുന്ന സമയത്താണ് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ അരച്ച് കറിയാകുമ്പോൾ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനി ഞാൻ ഉണക്ക സ്രാവാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉണക്കൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, മാന്തളോ മുള്ളനോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്രാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരുപാട് ഉപ്പായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കറക്റ്റായിട്ട് ഉപ്പ് തന്നെയായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ആർക്കും തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പം ഉണക്കമീൻ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്